സ്വാഭാവികമായും ചോദ്യമുണ്ടാകും, നീ ഏകത്വം എന്നത് എന്റെ കുത്തകയാണെന്നും അല്ലെങ്കിൽ എന്റേത് മാത്രമാണെന്നും നീ എങ്ങനെ പറയും? ഇവിടെ സ്വാഭാവികമായും സംശയമുണ്ടല്ലോ. ഞാൻ ഏകനാണല്ലോ, എന്നെ സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ ഞാൻ ഏകനാണല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഏകനാണ്. എനിക്കും വേണമെങ്കിൽ ബാഹ്യമായിട്ടാണെങ്കിലും അങ്ങനെ അവകാശപ്പെട്ടുകൂടെ? ഞാൻ കേൾക്കുന്നവനാണല്ലോ. അള്ളാഹു പറയുന്നു അള്ളാഹു സമീഉൻ, അള്ളാഹു കേൾവിയുള്ളവനാണ്. അങ്ങനെ നാം വിശ്വസിക്കുന്നു, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹു കേൾവിയുള്ളവനാണ്, എനിക്കും കേൾവിയുണ്ടല്ലോ. അള്ളാഹു കാഴ്ചയുള്ളവനാണ്, ഇദ്ദേഹത്തിനും കാഴ്ചയുണ്ടല്ലോ. അള്ളാഹു കാണുന്നവനാണ്, ഇദ്ദേഹം കാണുന്നുണ്ടല്ലോ. അള്ളാഹു കഴിവുള്ളവനാണ്, ഇദ്ദേഹവും കഴിവുണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹുവിന്റേതായി വിശ്വസിക്കപ്പെടുകയും അള്ളാഹുവിന്റേതായി തർക്കമില്ലാതെ, രണ്ടു പക്ഷവും തർക്കമില്ലാതെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഗുണങ്ങൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പറയുന്നതായി കാണുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദ് ഏകനാണ് എന്ന് പറയുമ്പോ ചോദ്യമായിരുന്നു, പടച്ചവനെ നീ എങ്ങനെയാണ് ഏകനാവുന്നത്? ഞാനും ഏകനാണല്ലോ. നീ എങ്ങനെയാണ് കേൾവിയുള്ളവനാകുന്നത്? ഞാനും കേൾവിയുള്ളവനാണല്ലോ. നീ എങ്ങനെയാണ് കാഴ്ചയുള്ളവൻ നീ മാത്രമാകുന്നത്? ഞാനും കാഴ്ചയുള്ളവനാണല്ലോ. നീ മാത്രം എങ്ങനെയാണ് കഴിവുള്ളവനാകുന്നത്? ഞാനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യത്തിന്റെ ഏറ്റവും പ്രകടമായ ഉത്തരം നേരത്തെ പലപ്പോഴും പറയപ്പെടുന്നതും വിശദീകരിക്കപ്പെടാറുള്ളത് പോലെ ഏറ്റവും വ്യക്തമായ ഉത്തരം ആ ചോദ്യം ഉയരുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയും ശൈലിയും അറബി ഭാഷയുടെ ശൈലിയും സൗന്ദര്യവും അറിയുന്ന നമുക്കറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ട് ഒരു ആതിഫിന്റെ വാവ് പോലും പ്രയോഗിക്കാതെ അല്ലാഹു സമദ്. ഇനി അങ്ങനെ ഒരു സംശയം വരാൻ പാടില്ല. എന്റെ അഹദിയത്ത്, എന്റെ ഏകത്വം, എന്റെ കേൾവി, എന്റെ കാഴ്ച, എന്റെ കഴിവ്, എന്റെ അറിവ്, എന്റേതെല്ലാം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ലാഹു സമദ്, അല്ലാഹു സ്വയം പര്യാപ്തതയുള്ളവനാണ്. അല്ലാഹു ഏകനാണെങ്കിൽ ആ ഏകത്വത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അല്ലാഹു കഴിവുള്ളവനാണെങ്കിൽ ആ കഴിവിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അല്ലാഹു അറിവുള്ളവനാണെങ്കിൽ ആ അറിവിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അല്ലാഹു സഹായിക്കുന്നവനാണെങ്കിൽ ആ സഹായത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അല്ലാഹു മുഗീസാണെങ്കിൽ ആ ഇഗാസത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അല്ലാഹു നാസിറാണെങ്കിൽ ആ സഹായത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. സ്വയം പര്യാപ്തമായ ഏതെങ്കിലും ഒരു ഗുണം അല്ലാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടിക്കും വെച്ചു കൊടുക്കാൻ പാടില്ല. സ്വയം പര്യാപ്തമായ ഗുണം, അത് കേൾവിയാവട്ടെ, കാഴ്ചയാവട്ടെ, അറിവാവട്ടെ, സഹായമാവട്ടെ, മറ്റെന്തുമാവട്ടെ, സ്വയം പര്യാപ്തമാണോ അത് അള്ളാഹുവിന് മാത്രമേ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് അള്ളാഹുവിന്റെ മാത്രം ഗുണമാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഏതൊരു വിശേഷണവും അള്ളാഹുവിന്റേതാകണമെങ്കിൽ ആ വിശേഷണത്തിന് സ്വയം പര്യാപ്തത എന്ന ഗുണം ചേർത്തിക്കൊടുക്കണം. അല്ലെങ്കിൽ കേൾവി ആടിനുണ്ടാകാം, കോഴിക്കുണ്ടാകാം, മറ്റു പക്ഷികൾക്കുണ്ടാകാം, മനുഷ്യനുണ്ടാകാം. അള്ളാഹുവിന്റെ ഈ കേൾവി എന്ന് പറയുന്ന ഗുണം അള്ളാഹുവിന്റെ ഗുണം എന്നല്ല, കേൾവി എന്ന ഗുണം അതെല്ലാവർക്കും ഉണ്ടാകാം, അത് അള്ളാഹുവിനുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വേർതിരിക്കുന്നത് സ്വാഭാവികമായും ഈ സമദിയ്യത്ത് അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്ന വിശേഷണമാണ്. അങ്ങനെയാകുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ സഹായാർത്ഥന, നമ്മുടെ തർക്കത്തിലിരിക്കുന്ന സഹായാർത്ഥന, ഈ സഹായാർത്ഥനയും പ്രാർത്ഥനയും അത് പര്യായമാവട്ടെ പര്യായമാകാതിരിക്കട്ടെ ചർച്ചയിൽ വരേണ്ടതാണ്. എന്തായിരുന്നാലും സഹായാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയും സഹായാർത്ഥനയും ഞങ്ങൾ വാദിക്കുന്നതും ഞങ്ങൾ പറയുന്നതും സഹായാർത്ഥന എന്ന് പേരിട്ടാലും പ്രാർത്ഥന എന്ന് പേരിട്ടാലും അത് ശിർക്കാകുന്നതും അല്ലാത്തതുമുണ്ട്. പേരിൽ ഈ വിഷയകമായി എന്തെങ്കിലും ഇരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പ്രാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ആരാധനയാവുകയില്ല. സഹായാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ആരാധന ആകാതിരിക്കുന്നതുമല്ല. പ്രാർത്ഥന ആകുന്നതിന്റെ അല്ലെങ്കിൽ ഇബാദത്താകുന്നതിന്റെ മാനദണ്ഡം സ്വാഭാവികമായും അർത്ഥിക്കുന്ന വ്യക്തി അർത്ഥിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ തൗഹീദും ശിർക്കും വേർതിരിയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചർച്ചയിൽ കൂടുതൽ വിവരിച്ച് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊരു പ്രാർത്ഥനയും ആരാധനയാകണമെങ്കിൽ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരണം. ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ അങ്ങേയറ്റത്തെ വണക്കമായിരിക്കണം. അങ്ങേയറ്റത്തെ വണക്കമായിരിക്കണമെങ്കിൽ വണങ്ങുന്ന വ്യക്തി വണങ്ങപ്പെടുന്ന ശക്തിയെക്കുറിച്ച് സ്വയം പര്യാപ്തതയും ഉലൂഹിയത്തും ആരാധ്യതയും വിശ്വസിച്ചിരിക്കണം. ഇതാണ് പ്രമാണങ്ങൾ പറയുന്നത്, ഇതാണ് തെളിവുകൾ പറയുന്നത്. ഇനി തർക്കത്തിലിരിക്കുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. സഹായി അതുപോലെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയും സഹായാർത്ഥനയും അത് വാസ്തവത്തിൽ ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ സ്വാഭാവികമായും അത് അർത്ഥിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി ആ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് അവൻ സ്വയം പര്യാപ്തനാണ്, ഇലാഹാണ്,
സ്വമതാണ് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏതൊരു ഗുണവും അള്ളാഹുവിന്റെ ഏതൊരു വിശേഷണവും അത് അള്ളാഹുവിന്റേതാകുന്നത് സ്വമതിയത്ത് വെച്ച് കൊടുക്കുമ്പോഴാണ്, അള്ളാഹുവിന്റേതാകാതിരിക്കുന്നത് അതെടുത്തു മാറ്റുമ്പോഴാണ്. എന്നതുപോലെ മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമേ, ബദരീങ്ങളെ രക്ഷിക്കണമേ, ഇത് ഒരു സഹായാർത്ഥനയാണ്. ഈ സഹായാർത്ഥന ശിർക്കുമാകാം തൗഹീദുമാകാം, ശിർക്കുമാകാം തൗഹീദുമാകാം. ശിർക്കാകുന്നത് എപ്പോഴാണ്? വിളിക്കപ്പെടുന്ന മുഹിയുദ്ദീൻ ശൈഖ് സ്വയം പര്യാപ്തനാണ്, സഹായിക്കാൻ സ്വന്തമായി കഴിയും എന്ന വിശ്വാസത്തോടെയാണോ വിളിക്കുന്നത് എങ്കിൽ ഈ വിളി സാങ്കേതികമായി പ്രാർത്ഥനയുടെ, ദുആഇന്റെ, ഇബാദത്തിന്റെ പരിധിയിലേക്ക് വരും. അങ്ങനെ വന്നാൽ അത് ഇബാദത്തായി, ചെയ്യുന്നവൻ മുശ്രിക്കായി. അതേസമയം അതേ പ്രാർത്ഥന, അതേ സഹായാർത്ഥന അത് അർത്ഥിക്കുന്ന വ്യക്തി അർത്ഥിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് സ്വയം പര്യാപ്തനല്ല, സ്വയം കഴിവില്ല, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇബാദത്താവുകയില്ല, അത് സാക്ഷാൽ പ്രാർത്ഥനയാവുകയില്ല. ഇനി സഹോദരങ്ങളെ, കാലങ്ങളായി മുസ്ലിം ലോകം വിശ്വസിച്ചും ആചരിച്ചും വരുന്ന ഈ കാര്യങ്ങൾ ഇത് പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബക്കി പറഞ്ഞു, വഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫഉ ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല വജവാസു ദാലിക വഹുസ്നുഹു മിനൽ അമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തു മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീന വസിയരിസ് സലഫി സ്വാലിഹീന വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാനി ولا سمع به في زمن من الازمان حتى جاء ابن تيمية فتكلم في ذلك بكلام يلبس فيه على الضعفاء എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ്, ഹദീസ് പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ്. സ്വാഭാവികമായും ഞാൻ വിശ്വസിക്കുന്നു എന്റെ മുന്നിലിരിക്കുന്ന മറുപക്ഷത്തുള്ള പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഖുർആൻ വിലയിരുത്തുകയും വിശകലനം നടത്തുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഇമാം സുബക്കി തവസ്സുൽ അനുവദനീയമാണെന്ന് പറയുന്നു, ഇസ്തിഗാസ പുണ്യകർമ്മമാണെന്ന് പറയുന്നു. ലോകത്തുള്ള ഒരൊറ്റ പണ്ഡിതനും അതിനെ എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് വരെ ഒരൊറ്റ പണ്ഡിതനും അതിനെ വിമർശിച്ചിട്ടില്ലെന്നും ഇത് അംബിയാഇന്റെ പ്രവർത്തനമാണെന്നും മുർസലീങ്ങളുടെ പ്രവർത്തനമാണെന്നും സ്വാലിഹീങ്ങളുടെ പ്രവർത്തനമാണെന്നും ഇബ്നു തൈമിയ്യ വരുന്നത് വരെ നാളിതുവരെ വിശ്വസിച്ച എല്ലാ മുസ്ലിമീങ്ങളുടെയും പ്രവർത്തനമാണെന്നും ബഹുമാനപ്പെട്ട ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഫാഉ സക്കാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. മറ്റ് പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അതുപോലെ വിശുദ്ധ ഖുർആൻ ഈ സമ്പ്രദായം, ഈ ചര്യ മുസ്ലിമീങ്ങൾ തുടർന്നു വരുന്ന ഈ നടപടിക്രമം അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വാക്യത്തിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത വഹും റാകിഊൻ വമൻ യതവല്ലല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹുവാണ് നിങ്ങളുടെ സഹായി, അല്ലാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങളുടെ സഹായി, അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങളുടെ സംരക്ഷകൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞതിന് ശേഷം ഔലിയാഇനെയും അംബിയാഇനെയും അള്ളാഹുവിനെയും ആരെങ്കിലും സഹായിയായി വരിച്ചാൽ, ആരെങ്കിലും സംരക്ഷകനായി സ്വീകരിച്ചാൽ അവര് വിജയിക്കുന്ന പാർട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചും ഉറപ്പിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ വേറെയും ധാരാളം സൂത്രങ്ങൾ ഇത് സംബന്ധമായുണ്ട്. ചർച്ചയുടെ അവസരത്തിൽ അത് കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്നതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സഹായി എന്ന അർത്ഥമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാനുൻ നഹവി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലദീന ആമനു എന്ന പ്രയോഗത്തിന് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഉൾപ്പെടുമെന്ന് അർത്ഥശങ്കക്ക് വകയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇങ്ങനെ പ്രമാണങ്ങളായ പ്രമാണങ്ങളൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പരിശോധിച്ചാലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലും പണ്ഡിതന്മാരുടെ ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും മഹാത്മാക്കളോട് സഹായം ചോദിക്കുക. ആരാധനയുടെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയുമല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയുമല്ല, മറിച്ച് അവർ അള്ളാഹുവിന്റെ അടിമകളാണ്, ഉടമ അള്ളാഹുവാണ്, അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന,
ആ സഹായാർത്ഥന അത് ശിർക്കല്ല, കുഫറല്ല, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രശ്നമില്ല. അത് സമർത്ഥിക്കുവാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് വിനയപുരസ്സരം പറയാൻ എന്നെ അനുവദിക്കണം. അതുപോലെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരുടെ